My dear students, greetings to all. Today we are going to discuss the different types of plant cells. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആദ്യത്തെ ക്ലാസ്സിൽ ടീച്ചർ തന്നെ റെക്കോർഡ് ചെയ്ത് സ്റ്റെമ്മിൻ്റെയും റൂട്ടിൻ്റെയും ഒക്കെ സെക്ഷൻ എടുത്ത് എങ്ങനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കും എന്ന് കാണിച്ചു തന്നു. അപ്രകാരം മൈക്രോസ്കോപ്പിൽ കൂടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത സ്റ്റെമ്മിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ. മൈക്രോസ്കോപ്പിൽ കൂടെ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് സെക്ഷൻ നോക്കുമ്പോൾ അത് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഓരോ സെല്ലും കളർ എടുക്കുന്നത് പല ഗ്രേഡിലാണ്. അപ്പോൾ ആ കളർ അത്തപ്പൂക്കളത്തേക്കാൾ ഒരു ഭംഗിയാണ്. അത് നോക്കിയേ, എ പാർട്ട് ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് എ സ്റ്റെം. ഹിയർ വി ക്യാൻ സീ ഡിഫറെൻറ്റ് കളേഴ്സ്. ഈച്ച് കളർ represent different types of cell. Isn't it? Okay, ഇവിടെ കുറച്ച് യെല്ലോ കളർ കാണുന്നുണ്ട്, ഇവിടെ ഗ്രീൻ, ദെൻ ഇവിടെ ബ്ലൂ കളർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓൾ ടുഗദർ we can classify the cells in plants, then the cells of the same structure and function termed as tissues. Tissues into different types. They are collenchyma, parenchyma, sclerenchyma and vascular tissues. Once again repeat it. Collenchyma, parenchyma, sclerenchyma and last one vascular tissues. Vascular tissues are of different types that we will discuss later. Once again repeat these words. The tissues seen in plants are collenchyma, parenchyma, sclerenchyma and vascular tissues. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 28 2 എന്ന് പറയുന്ന പിക്ചറുണ്ട്. ആ പിക്ചർ നോക്കുമ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ കാണുമ്പോൾ എങ്ങനെയാവും ഈ പല ടിഷ്യൂസും എന്നുള്ളത് വ്യക്തമായിട്ട് ആ പടത്തിൽ കാണിക്കുന്നുണ്ട്. ആ പടം നിങ്ങൾ വരയ്ക്കണ്ട, ടീച്ചർ വരയ്ക്കാനുള്ളത് ബോർഡിൽ ചെയ്തു തരാം, അത് നിങ്ങൾ നോട്ട് ബുക്കിൽ വരയ്ക്കണം. അവിടെ 45x എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, മൈക്രോസ്കോപ്പ് കാണിച്ചപ്പോൾ ഹൈ പവറും ലോ പവറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഹൈ പവറിൽ നോക്കുമ്പോഴാണ് ഇതുപോലെ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. ആ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വ്യൂ നമുക്ക് കിട്ടുന്നത് ഹൈ പവറിൽ നോക്കുമ്പോഴാണ്. സോ the first one is collenchyma cells. Usually collenchyma cells are seen at the stems. The speciality of collenchyma cells is that they are thick at corners of the cell wall. Collenchyma നമ്മൾ വരയ്ക്കുമ്പോൾ collenchyma cells ആണ് ടീച്ചർ വരയ്ക്കുന്നത്. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കിക്കൊള്ളുക. ഫസ്റ്റ് നമ്മൾ കോർണേഴ്സ് ജോയിൻ ചെയ്യാതെ സെൽസിനെ വരയ്ക്കും. ടീച്ചർ ഇവിടെ ഒന്നിൻ്റെയും കോർണർ ജോയിൻ ചെയ്യും. നമുക്കിനി ഈ കോർണേഴ്സ് ജോയിൻ ചെയ്യാം.
അപ്പോൾ ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ കോർണേഴ്സ് ഓഫ് ദ സെൽസ് ആർ തിക്ക്. ദെൻ collenchyma cells collenchyma cells gives flexibility to the plant body. അതായത് പ്ലാന്റ്സ് ഇങ്ങനെ ടോയിനേഴ്സ് റണ്ണേഴ്സൊക്കെ ഒരു താങ്ങിലേക്ക് സപ്പോർട്ട് ചെയ്ത് കയറണമെങ്കിൽ അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകും. ആ ഫ്ലെക്സിബിലിറ്റി നൽകുന്നത് collenchyma സെൽസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സീ collenchyma, the corners of the cell wall of the collenchyma cells are thick and they give support and flexibility to the plant body. The second one, parenchyma cells. Parenchyma cells have simpler structures. Parenchyma cells തന്നെ പല രീതിയിലുണ്ട്. ചില പാരൻകൈമ സെൽസ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പാരൻകൈമ സെൽസിൻ്റെ ഇടയ്ക്കൊന്നും ഒട്ടും സ്പേസ് ഇല്ല. എന്നാൽ വാട്ടർ പ്ലാന്റ്സിൻ്റെയൊക്കെ പാരൻകൈമ സെൽസ് ഇടയ്ക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതിനടുത്ത് ഒരുപാട് സ്പേസ് ഒക്കെ ഉണ്ട്. ഇൻ സർട്ടൻ പാരൻകൈമ സെൽസ് വി ക്യാൻ സീ ക്ലോറോപ്ലാസ്റ്റ് ഇൻ ദ സ്റ്റെമ്മിലൊക്കെ ചില പച്ച കളറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ആ പാരൻകൈമ സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ, ദെൻ വി കോൾ ഇറ്റ് ആസ് ക്ലോറൻകൈമ എന്ന് പറയും. അത് നമുക്ക് പഠിക്കാനില്ല, ടീച്ചറൊന്നും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ജനറലി പറയുന്നത് പാരൻകൈമ സെൽസ് ഹാവ് ദ സിംപ്ലർ സ്ട്രക്ചേഴ്സ്. ദേ ആർ സീൻ ഇൻ സ്റ്റെംസ്, ലീവ്സ് ആൻഡ് റൂട്ട്സ്. ദെയർ ഫങ്ഷൻ ഈസ് ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽസ്. സ്റ്റാർച്ചൊക്കെ ട്യൂബേഴ്സിലൊക്കെ സ്റ്റാർച്ചൊക്കെ സ്റ്റോർ ചെയ്യുന്നത് പാരൻകൈമ സെൽസിലാണ്. ദേ ആർ മോഡിഫൈഡ് ടു സ്റ്റോർ സ്റ്റാർച്ച് ഇൻ ദം. സോ ഫങ്ഷൻ ഓഫ് പാരൻകൈമ സെൽസ് എന്ന് ചോദിച്ചാൽ വാട്ട് യു സേ? Parenchyma cells, photosynthesis. If the parenchyma cells have chloroplast in them, they perform photosynthesis and they can store food also. Parenchyma cells നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങ് വരയ്ക്കാം. ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള parenchyma അങ്ങ് വരച്ചു പോവാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നത് ഒരു സെല്ലിൻ്റെ മുകളിൽ. ഇപ്പോൾ ഈ അവസ്ഥ ഇടയ്ക്ക് നമ്മളിത് കണ്ടോ ഇങ്ങനെ മുറിഞ്ഞു പോയ പോലെ സെൽസ് വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ കാണുന്നതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് നമ്മൾ ഈ വരച്ചു വെക്കുന്നത്. അപ്പോൾ വരയ്ക്കുമ്പോൾ ചില പാർട്ടിൽ അതിൻ്റെ അപ്പുറത്തോട്ട് ഈ സെൽസ് ഉണ്ട് എന്ന് കാണിക്കാനായി മുറിഞ്ഞ പോലെ പാർട്ട് നമ്മൾ പാരൻകൈമ സെൽസ് നമ്മളിങ്ങനെ അങ്ങ് വരച്ചു വെച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് ഈസ് സ്ക്ലീറൻകൈമ. Sclerenchyma cells are thick-walled cells and they are uniformly thick എന്നാണ് പറയുക. എല്ലാ പാർട്ടും ഒരുപോലെ തിക്കായിട്ടുള്ളതാണ് സ്ക്ലീറൻകൈമ സെല്ല്. നമ്മൾ സ്റ്റെയിൻ ചെയ്യുമ്പോൾ സ്ക്ലീറൻകൈമ സെൽസ് നന്നായിട്ട് കളറെടുക്കും. നല്ല ഡീപ്പ് കളറിലാണ് സ്ക്ലീറൻകൈമ സെൽസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ they are composed of cells, thick cells, so they give support to the plant body. Sclerenchyma cells വരയ്ക്കുന്നതിനും ഒരു ടെക്നിക്കുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിക്കോണം. സ്ക്ലീറൻകൈമ സെൽസ് ആണ് ടീച്ചർ ഈ ഭാഗത്ത് വരയ്ക്കുന്നത്. സ്ക്ലീറൻകൈമ ഓർക്കണം കേട്ടോ. അപ്പം നമ്മളത് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ വരയ്ക്കുന്ന ഔട്ടർ ലെയർ, സെൽ വോളിൻ്റെ ഔട്ടർ ലെയർ വളരെ തിന്നായിട്ട് നമ്മൾ വരയ്ക്കും. എന്നിട്ട് ഇന്നർ നമ്മൾ നല്ല കട്ടിങ് കളറിൽ വരയ്ക്കും. ഇത് ആ തിക്നെസ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത്. എപ്പോഴും ഓർക്കുള്ളൂ, വരുന്ന ക്ലാസ്സിലൊക്കെ ചെയ്യുമ്പോൾ സ്ക്ലീറൻകൈമ സെൽസ് വരയ്ക്കുന്ന നേരം ഇങ്ങനെ രണ്ട് ലെയറായിട്ട് വരച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാരണം ആ സെല്ലിൻ്റെ തിക്നെസ് സൂചിപ്പിക്കുന്നതിന്, സെൽ വാളിൻ്റെ തിക്നെസ് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്.
ഓക്കെ കേട്ടോ. അപ്പോൾ സെൽ വോളിൻ്റെ തിക്നെസ് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ക്ലീറൻ കൈമാ സെൽസ് ഇങ്ങനെയാണ് വരയ്ക്കുക. ഒരു ഔട്ടർ ലെയർ വരച്ചിട്ട് വളരെ കനം കുറച്ച് വരച്ചിട്ട് അതിൻ്റെ അകത്ത് നല്ല തിക്കായിട്ട് വരയ്ക്കും. പെൻസിൽ കൊണ്ട് അങ്ങനെയൊക്കെ വരച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം ദീസ് ആർ സ്ക്ലീറൻ കൈമാ സെൽസ്. ലേബൽ ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത്. സോ sclerenchyma cells are the cell wall of the sclerenchyma cells are uniformly thick. എല്ലായിടും ഒരേപോലെ തിക്കായിരിക്കും. ആൻഡ് ദർ ഫങ്ഷൻ ഇസ് ടു സപ്പോർട്ട് ദ പ്ലാന്റ് ബോഡി. പ്ലാന്റിന് നല്ലൊരു സ്ട്രെങ്ത് കൊടുക്കുക എന്നുള്ളതാണ് സ്ക്ലീറൻകൈമ സെൽസിൻ്റെ ഫങ്ഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് വാസ്കുലാർ ടിഷ്യൂസ്. വാസ്കുലാർ ടിഷ്യൂസ് മീൻസ് ഇതൊക്കെ ടീച്ചർ തൂക്കുവാണ്. Vascular tissues are of two types. They are xylem and phloem. Vascular tissues are of two types, xylem and phloem. Otherwise, they are known as complex tissues because vascular tissues contain different types of cells in them. So, they are known as complex tissues. Then otherwise we can say they are conducting tissues. They perform the conduction of water, minerals and food. Then first of all xylem. Now textbook there is a picture of xylem and phloem. അതവർ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനാണ്. ഒരു പ്ലാന്റ് എടുത്തിട്ട് ഒരു സ്റ്റെം എടുത്തിട്ട് അത് ഇങ്ങനെ നേരെ മുറിച്ചിട്ട് കിട്ടിയിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ടീച്ചർ വരയ്ക്കാൻ പോകുന്നത് ആ ക്രോസ് സെക്ഷനിൽ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുന്നു സൈലം എന്നുള്ളതാണ്. ദ സൈലം സെൽസ് ആർ ഓഫ് 3 ഡിഫറെൻറ്റ് ടൈപ്സ്. അല്ലെങ്കിൽ ഒരു സൈലം ടിഷ്യൂ എന്ന് പറയുന്നത് 3 തരം സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദേ ആർ സൈലം പാരൻകൈമ, സൈലം ട്രക്കീറ്റ്സ് ആൻഡ് വെസൽസ്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആർ ഇൻ സൈലം ഓൾസോ. നമുക്ക് ആദ്യം ടീച്ചർ വരയ്ക്കുന്നത് സൈലമാണ്. സൈലം നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം ഇതിൻ്റെ വെസൽസ് നമുക്ക് പഠിക്കാനില്ല, നമ്മൾ ടീച്ചർ പറയുന്നതേ ഉള്ളൂ. വെസൽസ് ആണ് നമ്മൾ ആദ്യ സൈലത്തിൽ കാണുന്നത്. അത് നമ്മൾ സൈലം വരയ്ക്കുമ്പോൾ ഔട്ടർ ബോൾ തിക്കായിട്ട് വരയ്ക്കണം, ഇന്നർ ബോൾ തിന്നായിട്ട് വരയ്ക്കണം. സൈലത്തോട് ചേർത്ത് വി ക്യാൻ സീ സൈലം പാരൻകൈമ. അപ്പോൾ ദീസ് ആർ സൈലം. ഇവിടെ ടീച്ചർ ഒരു ഗ്രൂപ്പ് വെസൽസേ വരച്ചിട്ടുള്ളൂ. നടുക്ക് കാണുന്നത് വെസൽസ്, അതിൻ്റെ ചുറ്റും സൈലം പാരൻകൈമ. സൈലം ട്രക്കീറ്റ്സിന് ഏകദേശം അതേപോലെയുള്ള ഷേപ്പ് തന്നെയാണ്. ദെൻ സൈലം ടിഷ്യൂസ് ആർ കമ്പോസ്ഡ് ഓഫ് 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ്. സൈലം വരയ്ക്കുമ്പോൾ നമ്മൾ സ്ക്ലീറൻകൈമ വരച്ചതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് വേണം. ഔട്ടർ ബോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ തിക്നെസ് കാണിക്കാൻ വേണ്ടിയാണ്. ഔട്ടർ ബോൾ നല്ല കളർ കൊടുത്ത് ഡാർക്കായിട്ട് വരച്ചിട്ട് അകത്ത് ലൈറ്റായിട്ട് വരയ്ക്കാവുള്ളൂ. അപ്പോൾ ടെക്സ്റ്റിൽ തന്നിട്ട് നമ്മുടെ പേജ് 2.2 സൈലം കൊടുത്തിരിക്കുന്നത് നോക്കി വേണം നിങ്ങൾ വരയ്ക്കാൻ. അല്ലെങ്കിൽ ടീച്ചർ ഈ ബോർഡെ വരച്ചിട്ടിരിക്കുന്നത് നോക്കി വേണമെങ്കിൽ വായിക്കാം. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സൈലം? സൈലം ആക്ട്സ് ആസ് എ ട്യൂബ് അലോങ് ദ പ്ലാന്റ് ബോഡി. റൂട്ടിൻ്റെ ടിപ്പ് തൊട്ട് പ്ലാന്റിൻ്റെ മുകളിൽ സ്റ്റെം ടിപ്പ് വരെ ഒരേപോലെ പോകുന്ന ഒരു ട്യൂബാണ് സൈലം എന്ന് നമുക്ക് പറയാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സൈലം ടിഷ്യൂ? Xylem conducts water and minerals to different parts of the body. Upward conduction ആണ് സൈലം ചെയ്യുന്നത്. മണ്ണിൽ നിന്നും വെള്ളവും അല്ലെ മിനറൽസും വലിച്ചെടുക്കുന്നത് റൂട്ടിലെ സൈലം അത് മുകളിലെത്തിച്ച് സ്റ്റെമ്മിന് കൊടുക്കുന്നു. സ്റ്റെം ഹാൻഡ്സ് ഓവർ ടു ദ ലീവ്സ്. സോ സൈലം പെർഫോംസ് അപ്വേർഡ് കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. Then next is phloem. Phloem is also formed of 3 different types of cells. Phloem is composed of 3 different types of cells. They are phloem parenchyma, companion cells and sieve tubes. നമുക്ക് പഠിക്കാനില്ല, നിങ്ങൾക്ക് ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. Phloem tissue is composed of phloem parenchyma, sieve tubes and companion cells. അപ്പോൾ നമുക്ക് അതൊന്ന് വരച്ച് നോക്കാം. അത് നമ്മളൊരു ക്രോസ് സെക്ഷനിൽ കാണുന്നത് പോലെയാണ് നമ്മൾ വരയ്ക്കുന്നത്. 5 സൈഡുള്ള
എന്നിട്ട് അതിനോട് ചേർന്നതാണ് കമ്പാനിയൻ സെൽസ്. ഫ്ലോയം പാരങ്കൈമ സീഡ് ട്യൂബ്സ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള 3 തരം സെല്ലുകൾ. ഒരു ഗ്രൂപ്പിൽ 3 എണ്ണം വരണം. ഫ്ലോയം പാരങ്കൈമ, സീഡ് ട്യൂബ് ആൻഡ് കമ്പാനിയൻ സെൽസ്. 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ചേരുമ്പോഴാണ് ഫ്ലോയം ഉണ്ടാകുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഫ്ലോയം? യു നോ ദാറ്റ് പ്ലാന്റ്സ് സിന്തസൈസ് ദ ഫുഡ് ഫോർ ദ എൻറ്റയർ വേൾഡ്. അല്ലേ? എവിടെയാണ് ഈ ഫുഡ് ഉണ്ടാകുന്നത്? ഫുഡ് ഈസ് പ്രിപ്പേർഡ് വിതിൻ ദ ക്ലോറോപ്ലാസ്റ്റ്. അല്ലേ? അപ്പോൾ അത് ലീഫിലാണ് കൂടുതലുള്ളത്. അപ്പോൾ ലീഫിൽ ഉണ്ടാക്കുന്ന ഈ ഫുഡ് പ്ലാന്റ്സിൻ്റെ താഴെ വരെ ചെല്ലണം. ടു ദ ബ്രാഞ്ചസ്, ടു ദ സ്റ്റെം, ടു ദ റൂട്ട്. അപ്പോൾ ഫ്ലോയത്തിൻ്റെ കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡാണ്. ഫ്ലോയം കണ്ടക്ട്സ് ദ ഫുഡ് പ്രിപ്പേർഡ് ബൈ ദ ലീവ്സ് ടു ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ plant body. It is the conduction of the food in plant. It is in a downward direction. അപ്പോൾ സൈലം കണ്ടക്ഷനും ഫ്ലോയം കണ്ടക്ഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം അതാണ്. സൈലം കണ്ടക്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ്, ഫ്ലോയം കണ്ടക്ട്സ് ഫുഡ് ഓൺലി. ആൻഡ് കണ്ടക്ഷൻ, ദ സൈലം കണ്ടക്ട്സ് upward direction and phloem conducts in a downward direction. So we can analyze the different types of tissues seen in plants. They are, the first one, collenchyma, parenchyma, sclerenchyma and vascular tissues. Vascular tissues are of 2 types, xylem and phloem. Then you have to write the questions and answers of these portions. Thank you.